വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 27-ാം തിരുവചനം. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ വചനഭാഗത്തിൽ മക്കൾ എന്നുദ്ദേശിക്കുന്നത് യഹൂദ ജനതയെ ആണെന്നും നായ്ക്കൾ എന്ന് പറഞ്ഞതുവഴി വിജാതീയരെയാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വിജാതീയരെ സംബന്ധിച്ച് യഹൂദർക്കുള്ള കാഴ്ചപ്പാടാണ് നായ്ക്കൾക്ക് സമർ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈശോ യഹൂദരുടെ അതേ ഭാഷാപ്രയോഗം തന്നെ വിജാതീയ സ്ത്രീയെ സംബോധന ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും അവിടുത്തെ പക്കൽ ഒരു വിജാതീയ സ്ത്രീക്ക് കൂടി കൊടുക്കാൻ മാത്രമുള്ള കൃപ ഇല്ലാതിരുന്നുവോ? ഈ അപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവന്റെ അപ്പമാണ്. യഹൂദർക്ക് കൊടുക്കുന്നത് കൊണ്ട് തീർന്നു പോകുന്നതായിരുന്നോ കർത്താവിൻ്റെ കൃപ? ഒരിക്കലും അതുകൊണ്ടല്ല. ജഡിക നിയമപ്രകാരം അബ്രാഹത്തിൻ്റെ സന്തതികളും നിയമം ലഭിച്ചവരും നിയമപ്രകാരം ജീവിക്കുന്നവരുമായ യഹൂദർക്ക് കൃപ സ്വീകരിക്കുവാനുള്ള ആദ്യ അവസരം നൽകുക എന്നത് ഒരു നീതിയാണ്. തന്നെയുമല്ല, ഇവളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് അതാദ്യം നിരസിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈശോ അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് ഈ സ്ത്രീയുടെ വിശ്വാസം എത്രമാത്രം ഉറപ്പുള്ളതാണ് എന്ന് തൻ്റെ ശിഷ്യന്മാരും യഹൂദരും മനസ്സിലാക്കണം എന്നുകൂടി അവിടുന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു സന്ദേശം ഇതിലുള്ളത്, നമ്മുടെ പ്രാർത്ഥനകൾ ആദ്യം തന്നെ സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിലും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുവാൻ തക്ക വിശ്വാസത്തോടെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന മറ്റൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നു. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം നമ്മെ പരിഗണിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും അവിടുന്ന് മറ്റ് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നാണ് അർത്ഥം. ചിലരെയെല്ലാം വിശ്വാസം പഠിപ്പിക്കുവാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രമായ പ്രഘോഷണവും പ്രഖ്യാപനവും ഏറ്റുപറച്ചിലും അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു. എൻ്റെ ഈശോയെ, ഈ ദിവസം എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും നന്ദി. ഓരോ ദിവസവും അങ്ങെനിക്ക് ഓരോ ഗുണപാഠങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഞാൻ അങ്ങ് എനിക്ക് നൽകിയതൊക്കെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തോടൊപ്പം വിശ്രമിക്കുമ്പോൾ എന്നെ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. രാത്രിയുടെ ഭീകരതയിൽ നിന്ന് അങ്ങെനിക്ക് സംരക്ഷണം നൽകണമേ. ഇരുട്ടിൻ്റെ ദൂതന്മാരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ ഉറക്കത്തിൻ്റെ യാമങ്ങളിൽ അങ്ങെനിക്ക് കാവലായി നിൽക്കണമേ. അങ്ങയുടെ സാമീപ്യം എൻ്റെ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കട്ടെ. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ആയിരിക്കാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധിയുള്ള ഹൃദയവും വിശുദ്ധമായ ചിന്തകളോടും കൂടെ ഉറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി.
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു